ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം അവൽ ഔഷധമാകുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. അവൽ ഔഷധമാകുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിവസം കൊല്ലം കാർത്തികേയ ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്നു. ഭക്തജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി ഗുരുസന്നിധിയിൽ വന്ന് നമസ്കരിച്ചു. കൊല്ലത്ത് മങ്ങാട് VK ശങ്കരൻ മുൻഷിയുടെ മാതാവിൻ്റെ സഹോദരൻ മാധവൻ ചാന്നാരുടെ മുഖത്ത് ഒരുതരം കറുപ്പും പറ്റലും കുരുക്കളും ഉണ്ടായി. പല മരുന്നുകളും കഴിച്ചിട്ടും രോഗം മാറിയില്ല. മാധവൻ ചാന്നാർ ഗുരുസന്നിധിയിൽ ചെന്ന് നമസ്കരിച്ചു. ഭഗവാന് കാഴ്ചവെച്ച സാധനങ്ങളിൽ അവലും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പിടി അവലെടുത്ത് ചാന്നാർക്ക് കൊടുത്തു. ചാന്നാർ അത് കഴിച്ചു. പിറ്റേ ദിവസം തൊട്ട് മുഖത്തുള്ള കുരുക്കളെല്ലാം ഭക്ഷിച്ച അവൽ പോലെ അടർന്നു വീഴാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് മുഖത്തെ കറുപ്പും കുരുക്കളും മാറി പൂർവ്വസ്ഥിതിയിലായി. അങ്ങനെ അനുഗ്രഹം കൊണ്ട് അവൽ ഔഷധമായി മാറി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.